ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഒരു വാരത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ശനിയാഴ്ച ദിവസം പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയുടെ പല കാര്യങ്ങളിലും ഒക്കെ വ്യാപൃതരായിരിക്കുന്ന സമയമായിരിക്കും. എന്നാണെങ്കിലും ഈ വാർത്തകളുടെ ഒരു വലിയ ദിനം കൂടിയായി മാറാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നുള്ളത് സംശയമില്ല. ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിന് ഉള്ള ശ്രമത്തിലാണ്. ആലപ്പുഴയിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ സാധ്യതയുണ്ട്. ഒപ്പം പാർലമെന്റ് അതിക്രമ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇനി ഗവർണറുടെ നീക്കമാണ് അതിനിർണായകമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് SFI പറയുമ്പോൾ ഇന്ന് മുതൽ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ തങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തൊക്കെ സംഭവിക്കും എന്നുള്ള വൈകിട്ട് കരിപ്പൂരിലെത്തും. നമുക്ക് കാത്തിരിക്കാം എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ, അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതല്ല. എന്നാൽ നമുക്ക് ഈ വാർത്തകളിലേക്കൊക്കെ നമ്മുടെ പ്രതിനിധികളിലേക്കൊക്കെ വിശദമായി എത്താൻ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. എന്തായാലും നമ്മൾ വാർത്തകളിലേക്ക് വിശദമായി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് ഈ ഗവർണറുടെ ഒപ്പം SFIയുടെ ആ ഒരു വെല്ലുവിളികൾ ഒക്കെ എന്താകുമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ MS അനീഷ് കുമാറിലേക്കായിരിക്കും പോവുക. കോഴിക്കോട് നിന്ന് ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFI വെല്ലുവിളിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇന്നെത്തും. ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലാണ് 3 ദിവസം ഗവർണർ തങ്ങുക. കോഴിക്കോട്ടെ വിവാഹ ചടങ്ങിലും സർവകലാശാലയിലെ പരിപാടിയിലും പങ്കെടുക്കാനെത്തുന്ന ഗവർണർ SFIയുടെ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ താമസം സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റുകയായിരുന്നു. വൈകിട്ട് സർവകലാശാലയിലെത്തുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് SFI വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ഈ ക്യാമ്പസിന് അകത്തും പുറത്തും ഉള്ളത്. MS അനീഷ് കുമാർ ചേർന്നു. ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷിന് ഇന്ന് തിരക്കേറിയ ദിവസമായിരിക്കുമെന്ന് തോന്നുന്നു. ഗവർണർ വൈകിട്ടെത്തുകയാണല്ലോ, എന്താണ് അവിടെ സാധ്യത? എൽദോ, പുലിയെ അതിൻ്റെ മടയിൽ പോയി നേരിടുക എന്ന പ്രയോഗം ഏതാണ്ട് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ താമസിക്കാൻ എത്തുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് SFIയുടെ നേതൃത്വത്തിൽ ഗവർണറെ കരിങ്കൊടി കാട്ടുന്ന ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്നതായിരുന്നു SFIയുടെ പ്രതിഷേധത്തിന് ആധാരമായ കാരണം. ഈ സർവകലാശാല സെനറ്റിലേക്കടക്കം ഗവർണർ സ്വന്തം നിലയ്ക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുക, അതായത് സർക്കാർ നൽകുന്ന ആ പട്ടിക അപ്രസക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സർവകലാശാല നൽകുന്ന ആ പട്ടിക അപ്രസക്തമാക്കിക്കൊണ്ട് RSS നേതാക്കളെ അല്ലെങ്കിൽ ഗവർണറുടെ ഇഷ്ടക്കാരെ ഈ പട്ടികയിലേക്ക് തിരുകുന്നു എന്ന ആരോപണമാണ് SFI മുന്നോട്ട് വെച്ചത്. ഇതേ തുടർന്ന് ഈ പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെ വലിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. എന്തായാലും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കയറാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് താൻ സർവകലാശാല ക്യാമ്പസിൽ ഉള്ള ഗസ്റ്റ് ഹൗസിൽ 3 ദിവസം താമസിക്കാൻ ഒരുങ്ങുന്നു എന്ന പ്രഖ്യാപനം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹത്തിന് 2 പരിപാടികളാണ് കോഴിക്കോട്ടുള്ളത്. ഒന്ന്, പാണക്കാട് കുടുംബത്തിലെ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാളെ രാവിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവും. അതിനുശേഷം മറ്റന്നാൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 ഈ സനാതന ധർമ്മ ചെയറും ഭാരതീയ വിചാരണ കേന്ദ്രവും സംഘടിപ്പിക്കുന്ന ഒരു സെമിനാർ സർവകലാശാല ഓഡിറ്റോറിയത്തിലുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുമാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിച്ച ശേഷം ഈ പരിപാടികളിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ SFIയുടെ ഈ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ താമസം അദ്ദേഹം സർവകലാശാല ക്യാമ്പസിലേക്ക് തന്നെ മാറ്റുകയായിരുന്നു. അതായത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഇടത്ത് തന്നെ 3 ദിവസം താമസിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള അറിയിപ്പ്
നൽകുക എന്നത് തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുന്നു. എന്തായാലും ഗവർണറുടെ വരവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് സർവകലാശാലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഈ ക്യാമ്പസ് എത്തുകയും ക്യാമ്പസിൻ്റെ എല്ലാ ഇടങ്ങളും അരിച്ചുപെറുക്കി പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് പൂർണ്ണമായ സുരക്ഷാ ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 6 സിഐമാരും ഏതാണ്ട് 300ഓളം വരുന്ന പോലീസുകാരും ഗവർണർക്ക് സുരക്ഷ ഒരുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരം 6:15 കൂടിയാണ് കരിപ്പൂരിൽ ഗവർണർ വിമാനം ഇറങ്ങുന്നത്. അതിനുശേഷം റോഡ് മാർഗമാണ് സർവകലാശാല ക്യാമ്പസിലുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് പോരുന്നത്. അതുകൊണ്ട് ആ സർവകലാശാല മുതൽ എയർപോർട്ട് വരെയുള്ള ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും പോലീസിനെ കൃത്യമായ സ്ഥലങ്ങളിൽ വിന്യസിക്കുന്നു. ഒപ്പം സർവകലാശാല ക്യാമ്പസിൽ അദ്ദേഹം താമസിക്കുന്ന ഇടം, അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കാനുള്ള ഓഡിറ്റോറിയം, ഒപ്പം ക്യാമ്പസിൻ്റെ മറ്റിടങ്ങൾ, ഈ ഗസ്റ്റ് ഹൗസിൽ നിന്നും ക്യാമ്പസിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന ഇടം, അവിടെ വിമൻസ് ഹോസ്റ്റലുണ്ട്, ഒപ്പം ഈ ജെൻസ് ഹോസ്റ്റലുണ്ട്. ഇത്തരം ഹോസ്റ്റലുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ, അവിടെ നിന്നും ഈ ഹോസ്റ്റലിലേക്കും നിന്നും ഗസ്റ്റ് ഹൗസിലേക്കും ഒക്കെ വരാൻ പറ്റിയ ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ പോലീസ് സന്നാഹം സുരക്ഷ ഒരുക്കും. ഇന്നലെ അവിടങ്ങളെല്ലാം പോലീസ് വളരെ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. എന്തായാലും SFI എന്ത് പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉയർത്തുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കും എന്നാണ് കാലിക്കറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് തിരുവനന്തപുരത്ത് സംഭവിച്ചതാണ്. ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആക്രോശിക്കുന്നതൊക്കെ നമ്മൾ അന്ന് കണ്ടിരുന്നു. ഒപ്പം SFI പ്രവർത്തകർ അന്ന് അമ്പരക്കുകയും ചെയ്തു. അത്തരത്തിലൊരു പ്രതിഷേധത്തിന് പിന്നാലെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി അതിന് പിന്നാലെ അതൊരു ഈ ഗവർണറുടെ വണ്ടിയിലൊക്കെ ഇടിച്ച് പ്രതിഷേധിച്ചു എന്നുള്ളതൊക്കെ അല്പം വിമർശന വിധേയമായപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധത്തിനില്ല, ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നുള്ളതായിരുന്നു SFIയുടെ പിന്നീടുള്ള നിലപാട്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധം SFI എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അത് ഇപ്പോൾ കരിങ്കൊടി കാട്ടുക എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ അക്രമത്തിൻ്റെ വഴിയിലേക്കും നീങ്ങില്ല എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡിലേക്ക് SFI പോകുമോ എന്നുള്ളതാണ്. തീർച്ചയായും എൽദോ, അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി ആളുകൾ ഉറ്റുനോക്കുന്നത്. കാരണം എന്ത് പ്രതിഷേധ മുറയാണ് SFI അവിടെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എന്ന വ്യക്തമല്ല. കാരണം കരിങ്കൊടി പോലുള്ള അദ്ദേഹം എയർപോർട്ടിൽ നിന്നും ഈ ക്യാമ്പസിലേക്ക് വരുന്ന വഴിയിൽ കരിങ്കൊടി കാണിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നറിയില്ല. ഒപ്പം ഈ ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികളെയൊക്കെ പരമാവധി സംഭരിച്ചുള്ള ഒരു സമരമുറിയിലേക്ക് നീങ്ങുമോ എന്നറിയില്ല. ഏതാണ്ട് 2000-ലധികം വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രം സർവകലാശാല വിഭാഗങ്ങളിൽ മാത്രം പഠിക്കുന്നുണ്ട്. അതിൽ ഈ SFIക്ക് വ്യക്തമായ ആധിപത്യം, ഏതാണ്ട് 80-90% വിദ്യാർത്ഥികളുടെ പിന്തുണ ആ ക്യാമ്പസിൽ SFIക്കുണ്ട്. മറ്റു പാർട്ടികൾക്കൊന്നും അത്ര അധികം ശക്തി ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ 5-10 ഇരട്ടി ശക്തി കൂടുതലുള്ള ഒരു ക്യാമ്പസാണ് SFIക്ക്. ഒപ്പം കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ ക്യാമ്പസുകളിലൊക്കെ SFIക്ക് വലിയ ശക്തിയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ അണിനിരത്തിയുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് SFI നീങ്ങുമോ എന്നറിയില്ല. അല്ലെങ്കിൽ ഈ പേരിനൊരു പ്രതിഷേധം, ഗവർണർക്കെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ അണിനിരത്തിയുള്ളൊരു പ്രതിഷേധം മാത്രമേ നടത്തൂ എന്നും പറയാൻ കഴിയില്ല. നിലവിൽ തന്നെ ക്യാമ്പസിൻ്റെ വിവിധ ഇടങ്ങളിലായി ചില കടലാസുകളിലൊക്കെ എഴുതി നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഗവർണർക്കെതിരായ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുന്ന നോട്ടീസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏത് രീതിയിലാവും പ്രതിഷേധം നടത്തുക എന്നത് SFI നേതൃത്വവും ബന്ധപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്നലെ സർവകലാശാല സ്റ്റുഡൻറ് യൂണിയനെയും ഒപ്പം SFIയുടെ യൂണിറ്റ് ഭാരവാഹികൾ അടക്കമുള്ളവരെയും ബന്ധപ്പെടുകയും അല്ലെങ്കിൽ SFI ജില്ലാ ഘടകത്തെയും ഒക്കെ ബന്ധപ്പെട്ടെങ്കിലും അവർ പ്രതിഷേധിക്കും തങ്ങൾ എന്നറിയിക്കുന്നു. പക്ഷേ ഏത് രീതിയിലാവും പ്രതിഷേധം എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ഇനിയും നൽകാൻ തയ്യാറായിട്ടില്ല. എന്താവും ഈ SFI ഗവർണറെ സ്വീകരിക്കാനായി സർവകലാശാല ക്യാമ്പസിൽ ഒരുക്കി വച്ചിരിക്കുന്നതെന്നറിയാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ വേണ്ടിവരും. എന്തായാലും ഇവിടെ ഈ വിഷമവൃത്തത്തിലായിരിക്കുന്നത് പോലീസാണ്. കാരണം ഒരു വശത്ത് ഭരണഘടനാ ചുമതലയുള്ള ഗവർണർ, മറുവശത്ത് ഈ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFIയും വരുമ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങാതെ അങ്ങേയറ്റം സംഘർഷഭരിതമായൊരു സാഹചര്യം ഉണ്ടാവാതെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുക എന്നത് പോലീസിൻ്റെ ലക്ഷ്യമാണ്. ഒപ്പം SFIക്കും ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കിയാൽ അത് ആഭ്യന്തര വകുപ്പിനടക്കം നാണക്കേടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്വന്തം പാർട്ടി ഭരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പ്രതിഷേധം ഏതറ്റം വരെ പോകാം, അല്ലെങ്കിൽ അതിൻ്റെ സീമ ഏതാണ് എന്നത് സംബന്ധിച്ച് SFIക്കും ഒരു നിലപാടെടുക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ എന്തായാലും ഇരുവിഭാഗവും ഏത് തരത്തിലുള്ള നീക്കങ്ങൾ നടത്തും എന്നാണ് നമുക്കറിയേണ്ടത്. എന്തായാലും SFI ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ പ്രഖ്യാപനത്തെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം വന്നപ്പോൾ 3 ദിവസം
ദിവസം താൻ ക്യാമ്പസിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി നേരിടുന്നുവെന്ന് ഗവർണറും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലാവും പ്രതിഷേധം മുന്നോട്ട് പോകുക എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാം, കാത്തിരുന്ന് തന്നെ കാണാം എന്നുള്ള MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർ SFI കാലുകുത്താൻ ക്യാമ്പസുകളിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് പിന്നാലെയാണ് തീരുമാനം എടുത്തത് ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എന്താണ് പ്രതിഷേധ രീതി എന്നുള്ളതൊക്കെ ഇന്നത്തെ ദിവസം കാണണം, വൈകുന്നേരത്തോടുകൂടി അതിലെ നമുക്ക് അറിയാൻ കഴിയും, മനസ്സിലാക്കാം. എന്താണ് നമ്മളിനി മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ CPM തയ്യാറെടുക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അധ്യാപകരും സർവകലാശാല ജീവനക്കാരും ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ചാൻസലർ പദവിയുടെ ഔന്നത്യം കാത്തുസൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച്. NGO യൂണിയൻ, AKP, CTA, AKGCT, KUTA, KSTA, യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ, KGOA, KNTE എന്നീ സംഘടനകൾ സംയുക്തമായിട്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. മാവേലിക്കര, കായംകുളം, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പര്യടനം നടത്തും. പ്രതിഷേധിച്ചവർക്ക് നേരെ ഇന്നലെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് അല്പം അലോസരമുണ്ടാക്കി. എന്താണെങ്കിലും പ്രതിഷേധം തുടരുകയാണ് യൂത്ത് കോൺഗ്രസും ഒപ്പം കോൺഗ്രസും. ഈ കാര്യമായിട്ടുള്ള ഒരു നടപടികളിലേക്കൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രതിഷേധിക്കുന്നവരെ തല്ലി ചതയ്ക്കുന്നു എന്നുള്ള മട്ടിലുള്ള പ്രചാരണം അത് തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ പോലും ഈ നവകേരള സദസ്സിലെ ഒരു ജനപങ്കാളിത്തവും ആ ഒരു സാഹചര്യമൊക്കെ എന്താണ് ആലപ്പുഴ ജില്ലയിൽ? എൽദോ, ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ മെജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ സ്വീകരണമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ, അതായത് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതെന്ന് തന്നെ പറയാം. അത് ഇന്ന് അരൂരിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അത്തരത്തിലൊരു വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. 6000-ൽ മേൽ പരാതികൾ അരൂരിൽ മാത്രം ലഭിച്ചു. അത് തന്നെ ചേർത്തലയിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ ആലപ്പുഴ SDV ഗ്രൗണ്ടിലും അമ്പലപ്പുഴയിലും ഒക്കെ നടന്നത്. കുട്ടനാട്ടിലും അത്തരം ഒരു പങ്കാളിത്തമുണ്ടായി. പ്രധാനമായും ഈ ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും ഒപ്പം തന്നെ മറ്റ് ഒരു ആഘോഷമായി തന്നെയാണ് ഇടതുപക്ഷ അനുഭാവികളും സാധാരണക്കാരായ പല ആളുകളും ഈ നവകേരള സദസ്സിനെ ആലപ്പുഴയിൽ കണ്ടുവരുന്നത്. പക്ഷേ അതിൻ്റെ മുന്നോട്ടു പോക്കിന് വളരെയധികം ഒരു നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഇന്നലെ നടന്ന പോലീസ് അതിക്രമം. ഇന്നലെ നമുക്ക് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിക്കാൻ നിന്ന, വളരെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ നിന്ന 2 KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് അവർ പ്രതിഷേധിക്കുന്നതിനിടയിൽ അവരെ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയെങ്കിലും പക്ഷേ പിറകെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സ്ക്വാഡിലുണ്ടായിരുന്ന വാഹനത്തിൽ നിന്നിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ മർദ്ദിച്ചത്, ക്രൂരമായി വളഞ്ഞിട്ടടിച്ചത് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അത്തരം പ്രതിഷേധങ്ങളെ ആ രീതിയിൽ അടിച്ചമർത്തിയത് ശരിയാണ് എന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് മുഖ്യമന്ത്രി അടക്കം അത്തരം പ്രതിഷേധങ്ങളെ തങ്ങൾ തടയുന്നില്ല എന്ന് വിശദീകരിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് വളരെ പ്രതികാര ബുദ്ധിയോടുകൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ലോക്കൽ പോലീസ് ആ സമയം അന്താളിച്ച് നിൽക്കുന്നതാണ്. മറിച്ച് പുറകെ വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് 2 ചെറുപ്പക്കാരെ വളഞ്ഞിട്ടടിച്ചത്. എന്തായാലും തലയ്ക്ക് പരിക്കേൽക്കുകയും ഒരു KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിക്ക് അജയ്ക്ക് കൈക്ക് ഒടിയും ഒക്കെയുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം പിന്നീട് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ ഈ ബസ് കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അത്ര ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ പിന്നീട് കൈതവന ജംഗ്ഷനിലൊക്കെ ബസ് എത്തിയപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അവിടെ KSUവും DYFIയും KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റവും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
പിന്നീട് പുറകെ തന്നെ KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീട് ആക്രമിക്കുകയും അതിനകത്ത് CPM പ്രവർത്തകരായ ആളുകൾ ചിലർ പിടിയിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അക്രമ സ്വഭാവത്തിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി കാര്യങ്ങൾ നീങ്ങി. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം, അതായത് കോൺഗ്രസിൻ്റെതാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെതാണെങ്കിലും KSUവിൻ്റെതാണെങ്കിലും അവരെ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനമാണ് ഉള്ളതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വിവിധ സ്വീകരണ കേന്ദ്രങ്ങൾ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്ന് പ്രധാനമായും 3 ഇടങ്ങളിലാണ് നവകേരള സദസ്സിൻ്റെ 3 മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം ഉണ്ടാവുക. അതിൽ ഇന്ന് തുടക്കം കായംകുളത്താണ്. കായംകുളം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് രാവിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷം 9 മണിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടാകും. ഈ വിഷയങ്ങളൊക്കെയും ചോദിക്കപ്പെടുമെന്ന് തന്നെയാണ്, മുഖ്യമന്ത്രി ഇതിനൊക്കെ മറുപടി പറയുമെന്ന് തന്നെയാണ് കരുതാനാവുക. താമരശ്ശേരിയിലെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ വെച്ചാണ് ജനങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക. ഉച്ച കഴിഞ്ഞ് 3-നാണ് രണ്ടാമത്തെ പര്യടനം ആരംഭിക്കുക. അത് മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളിന്റെ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ പ്രതിഷേധം എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് നോക്കിയിരുന്ന് കാണണം. എന്തായാലും എൽമസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് 4:30 ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് അവസാന വേദി. അതോടുകൂടി ആലപ്പുഴയിലെ ജില്ലയിലെ പര്യടനം അവസാനിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലേക്ക് നവകേരള സദസ്സിന്റെ യാത്ര തുടരും. ഞാൻ ആ മർദ്ദന ദൃശ്യത്തിലേക്ക് തന്നെ വീണ്ടും ചോദിക്കുകയാണ് ശരണ്യ. അതിൻ്റെ അകത്ത് ഈ ലോക്കൽ പോലീസുകാരൻ്റെ കൈക്കും മർദ്ദനം ഏറ്റിട്ടുണ്ട്. വല്ലാണ്ട് അമ്പരന്ന് പോയി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഇത്രമാത്രം ഈ ചൂരിലുകൊണ്ടുള്ള അടി വന്ന് ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ ഞെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. അവർക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു രീതിയിലാണ് പിന്നിൽ നിന്നുള്ളൊരു ആക്രമണം ഉണ്ടായത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്. അതും ഒരു സാധാരണ ജനാധിപത്യമായിട്ടുള്ള രീതിയിൽ തന്നെ മുഷ്ടി ചുരുട്ടി പ്രതിഷേധം അറിയിച്ചു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടുമില്ലല്ലോ. ഇത്രമാത്രം പ്രകോപനം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന്? ഉണ്ടാകും. കാരണം വലിയ വിമർശനങ്ങൾക്ക് ഇന്നലെ ഈ സംഭവം ഇടവരുത്തിയിരുന്നു. എൽദോ പറഞ്ഞു തന്നെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഈ 2 KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് തോമസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി അജയുമാണ് ആ റോഡരികിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച വലിയ വീതിയുള്ള റോഡാണ് അവിടെ അവർ ഒരു സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിച്ചതൊന്നുമില്ല, മറിച്ച് അവർ മുദ്രാവാക്യം വിളിക്കും. KSU സിന്ദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. അവർ ആ വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല, റോഡിന്റെ സൈഡിൽ നിന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അത്തരത്തിൽ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ആളുകൾക്ക് നേരെ അവരെങ്ങനെയാണോ കയ്യേറ്റം ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ആ കയ്യേറ്റം ചെയ്ത രീതി ശരിയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ അതിനോടൊപ്പം കടന്നു പോകേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥരായ ആളുകൾ, ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവർ ആ വാഹനം പുറകെ വന്നിട്ട് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയിട്ടും ആ വാഹനം നിർത്തി അതിനകത്തുനിന്ന് ഈ 6ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി അവർ തല്ലേണ്ട ഒരു സാഹചര്യം എന്താണെന്നുള്ള അത്രമേൽ സാഹചര്യം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാവും. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. അതിനുശേഷം അവരെ ചൂരൽ വെച്ച് ലാത്തി വെച്ചാണ് അവർ വളഞ്ഞിട്ട് അടിക്കുന്നത്. ഓരോ ആളുകളും മാറി മാറി അടിക്കാനും അത്രമാത്രം ഒരു പ്രതിഷേധത്തിന്റെ രീതി അവരുടെ അത്രമാത്രം കഠിനമൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ സ്വാഭാവികമായും മനുഷ്യത്വരഹിതമായ രീതിയിൽ ഒരു പ്രതികരണമായി പോയി ഈ സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതുണ്ട്. പ്രത്യേകിച്ച് പുറകിൽ നിന്ന് ആദ്യം അടിയൊക്കെ വീഴുന്നത് പോലീസുകാരുടെ പുറകിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ കയറി വരുന്നത്. അപ്പോൾ തന്നെ പോലീസുകാർ ഈ വടിയുമായി പുറകെ വരുന്നത് നമുക്കറിയാമല്ലോ. എല്ലാ സ്ഥലത്തും ഇപ്പോൾ DYFI യൂത്ത് കോൺഗ്രസ് ഒക്കെ സംഘർഷം നടക്കുന്നുണ്ട് ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ പുറകിൽ നിന്ന് അടി വരുമ്പോൾ ആദ്യം പോലീസുകാർ ഇവർ തടയുകയാണ് ചെയ്യുന്നത്. പക്ഷേ തടഞ്ഞതിന് ശേഷം പിന്നെയും കയറി വന്ന് അടിക്കുമ്പോൾ അന്താളിപ്പോട് കൂടി ആ ഉദ്യോഗസ്ഥർ മാറി നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ അടിക്കുന്നതിനിടെ തന്നെ ഒരു ലോക്കൽ പോലീസിലെ ഒരാളാണ് ചെന്ന് അവരെ വട്ടം കയറി പിടിച്ചെടുക്കുന്നതൊക്കെ. അത്തരത്തിൽ ഈ 2 യുവാക്കളായ ചെറുപ്പക്കാരെ ആ രീതിയിൽ മർദ്ദിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം എല്ലായിടത്തും ഉയരുന്നുണ്ട്. അതൊരുപക്ഷെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു തിരിച്ച് പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള ഒരു ഊർജ്ജത്തെ കത്തിക്കുകയാണ് ചെയ്തതെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് കൈതവനയിലൊക്കെ വലിയ പ്രതിഷേധം പിന്നീട് ആ വാഹനം കടന്നുപോയപ്പോൾ ഉണ്ടായിരുന്നത്. ആലപ്പുഴ ജില്ലയിൽ തുടക്കം മുതൽ തന്നെ പ്രതിഷേധം പലയിടത്തും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ രീതിയിൽ ഒരു സുരക്ഷാ സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്നുള്ള പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ഒരു അക്രമം എന്ന് തന്നെ പറയാം. കാരണം വീണ് കിടക്കുന്ന 2 ചെറുപ്പക്കാരെ വളഞ്ഞിട്ടടിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു കയ്യേറ്റം എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം നേരെ ഇവർ പോകുന്നത് ഈ കൈതവനയിൽ പ്രതിഷേധിച്ച അവിടെ
യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ തന്നെയാണ് അവരെ തടയാൻ ശ്രമിക്കുന്നത്. പോലീസ് പിന്നെ വന്ന് അവരെ ആ ഇടക്കുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറി ജോബിന്റെ വീട്ടിലേക്കാണ് പിന്നീട് അവിടെയുള്ള ഇപ്പോൾ പ്രതികളായിട്ടുള്ള ആളുകൾ CPM ബന്ധമുള്ള CPM പ്രവർത്തകരൊക്കെ തന്നെയാണ് അവർ ചെല്ലുകയും ആ വീട് അടിച്ചു പൊളിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു അക്രമ സ്വഭാവത്തിലേക്ക് ഇടതുപക്ഷവും അല്ലെങ്കിൽ CPM പ്രവർത്തകരും അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം പ്രതിഷേധങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാകില്ല. കാരണം സമാധാനപരമായി പ്രതിഷേധിക്കാൻ നിന്ന ആളുകൾക്കൊക്കെ അവർക്ക് കൂടുതൽ എണ്ണ പകരുകയും അത് അവരുടെ പ്രതിഷേധ രീതി ആളിക്കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയായിപ്പോയി ഇന്നലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും ആ ചെറുപ്പക്കാർക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനം. എൽദോ ശരി ശരണി, എന്തായാലും ഈ ആലപ്പുഴയിൽ നവകേരള സദസ്സിന്റെ പര്യടനം തുടരുമ്പോൾ പ്രതിഷേധത്തിന്റെ ഒരു സദസ്സ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിലുള്ളൊരു മർദ്ദന ദൃശ്യങ്ങളൊക്കെ പ്രകോപനപരവുമാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും സമാധാനപരമായി തന്നെ നീങ്ങാൻ കഴിയട്ടെ, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഇനി നവകേരള സദസ്സ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലും പ്രവേശിക്കും. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കിയാണ് തിരുവല്ലയിൽ പ്രവേശിക്കുക. തിരുവല്ല SS സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിലാണ് ജില്ലയിലെ ആദ്യ നവകേരള സദസ്സ് നടക്കുക. 2 മണിക്ക് തന്നെ പരാതികൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ ഷിബു അറിയിച്ചു. 17-ാം തീയതി ആറന്മുള, റാന്നി, കോന്നി, അടൂർ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് പൂർത്തിയാക്കും. വയനാട് വാഗേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ 7-ാം ദിവസവും തുടരുകയാണ്. കുങ്കിയാനകളെ അടക്കം പ്രദേശത്ത് എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കടുവ വനം വകുപ്പിന്റെ നിരീക്ഷണ വലയത്തിലാണെന്നും ഉടൻ പിടിയിലാകുമെന്നും ഉത്തരമേഖല CCF വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സമീപ പ്രദേശത്ത് കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശത്തെ ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണവുമായിട്ടുണ്ട്. വിവരങ്ങളുമായി ജിൻസ് തോട്ടുങ്കരയാണ് ചേരുന്നത്. ജിൻസ്, ഗുഡ് മോർണിംഗ്. ഈ 7 ദിവസമായി ഇതുവരെയും പിടികൂടാനോ വെടിവെക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷേ നിരീക്ഷണ വലയത്തിലാണെന്ന് പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. പക്ഷേ അതേസമയം ഈ പുതിയ കാൽപ്പാടുകൾ കണ്ടത് അത് ഇതേ കടുവയുടെ ആണോ അതോ മറ്റൊരു കടുവയുടേത് എന്നാണ് സംശയിക്കുന്നത്? എൽദോ, വാഗേരിയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള കണ്ടെത്തലിനായി സർവ്വസന്നാഹങ്ങളോടും കൂടെ വനംവകുപ്പ് ഇന്നലെ നടത്തിയ തെരച്ചിലും ഫലം കണ്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും 7-ാം ദിവസവും കടുവയ്ക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഉത്തരമേഖല CCF KS ദീപ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇവർ പറഞ്ഞത് കടുവയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം ഈ ദൗത്യം വിജയം കാണും എന്നുള്ളതാണ്. അനുയോജ്യമായ സന്ദർഭത്തിൽ ഇതിനെ വെടിവെക്കും, അതിനുള്ള സംഘം തയ്യാറാണ്. ഈ കടുവയുള്ളത് സമീപ പ്രദേശത്താണ്. നിരീക്ഷണ ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇന്നലെയും ഈ പ്രദേശത്ത് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറവും മറ്റൊരു കടുവയുടെ കാൽപ്പാടുകളും കണ്ടതോടെ ജനങ്ങളും കടുത്ത ഭീതിയിലാണ്. ഈ പ്രദേശത്ത് നിലവിൽ പരിശോധന നടത്തി വരികയാണ്. എന്തായാലും ഈ കടുവയെ പിടികൂടാനുള്ള 3 കൂടുകളും അതുപോലെ തന്നെ 25 ക്യാമറകളുമാണ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. മയക്കുവെടി വിദഗ്ധനായിട്ടുള്ള അരുൺ സക്രിയ അടക്കം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ ഇപ്പോൾ ദൗത്യം പുരോഗമിക്കുന്നത്. ഇന്നലെ ഇരുട്ട് വീണതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും രാത്രിയിൽ പെട്രോളിങ്ങും അതുപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണവുമായി ഈ മേഖലയിൽ വനംവകുപ്പ് സംഘം ഉണ്ടായിരുന്നു. ഈ കടുവയ്ക്കായുള്ള തിരച്ചിലിന് വേണ്ടി കഴിഞ്ഞ ദിവസം മുത്തങ്ങയിൽ നിന്നും എത്തിച്ച 2 കുങ്കിയാനകളെയും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ നിരോധനാജ്ഞ നീട്ടിയെങ്കിലും ഈ പ്രദേശവാസികളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. 7-ാം ദിവസവും ഈ കടുവയെ പിടികൂടാനാകാത്തതിൽ വലിയ അമർഷമാണ് നിലനിൽക്കുന്നത്. ഈ ജനങ്ങൾ കടുത്ത ഭീതിയിലും പ്രതിഷേധത്തിലുമാണ്. എന്തായാലും ഇതൊന്നും വകവയ്ക്കാതെ എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടാനുള്ള ഊർജിത നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ കടുവയുടെ കാൽപ്പാടുകളും അതുപോലെ തന്നെ മറ്റുള്ളത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ കടുത്ത ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തോ ജിൻസ്, ഈ ജനങ്ങളുടെ അമർഷമുണ്ടെന്ന് പറഞ്ഞു. ജനങ്ങൾ എന്താണ് പറയുന്നത്? അവർക്ക് ഈ 7 ദിവസം പിന്നിട്ടിട്ടും പിടികൂടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം മാത്രമല്ല, അവരുടെ ഒരു ഒപ്പമുണ്ടായിരുന്ന ആളുടെ ജീവൻ നഷ്ടമായ സാഹചര്യം. സ്വാഭാവികമാണ് അമർഷം ഉണ്ടാവുക, പ്രതിഷേധം ഉണ്ടാവുക. എന്താണെങ്കിലും ഈ കടുവയെ വെടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ എന്താണ് ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ? എൽദോ, ഈ മേഖല എന്ന് പറയുന്നത് സാധാരണ ക്ഷീര കർഷകരും തോട്ടം മേഖലയുമുള്ള ഒരു സാധാരണ കർഷകരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വൈര്യ ജീവിതം നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ പുല്ലരിയാൻ പോകുന്നതിനോ
ജോലിക്ക് പോകുന്നതിനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അതിരാവിലെയും വൈകുന്നേരമാകുന്നത് ആ ഒരു സമയങ്ങളിൽ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആണ് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഈ നരഭോജിയായിട്ടുള്ള കടുവയെ മയക്കുവെടി വെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ ഉറച്ചു നിന്നത്. ഇവരുടെ സ്വൈര്യ ജീവിതം നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ എല്ലാം തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ജനങ്ങൾ കടന്നിട്ടില്ല. എന്നാലും വലിയ ഒരു ജനങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ കടുവ വിഷയം മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ടാണ് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തു നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് വനം വകുപ്പ് കടക്കണമെന്നുള്ള കാര്യം പറയുന്നത്. എൽദോ. ശരി, ജിൻസ് തോട്ടുങ്കലാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ സമീപ പ്രദേശത്ത് മറ്റൊരു കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശത്ത് വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ശ്രമത്തിലാണ് ഈ നരഭോജിയായിട്ടുള്ള കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം 7ാം ദിവസത്തിൽ. വയനാട്ടിൽ കടുവയാണെങ്കിൽ പാലക്കാട് ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത് പുലിയാണ്. ധോണിയിലിറങ്ങിയ പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണ് എന്ന് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇപ്പോൾ ജിൻസ് വയനാട്ടിലെ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. സ്വാഭാവികമായും ഈ ആശങ്ക ധോണിയിലെ ജനങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഈ അവിടെ ഒരു തെരച്ചിലോ അത്തരത്തിലുള്ളൊരു പദ്ധതിയുണ്ടോ വനം വകുപ്പിന്? എൽദോ, വനാതിർത്തിയിലാണ് ഈ ധോണി പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം PT7 എല്ലാം തന്നെ വിഹര കേന്ദ്രം കൂടിയായിരുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇന്നലെ പുലി ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ ഈ ധോണിയിലെ മൂലപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷംസുവിൻ്റെ വീട്ടിലെ പട്ടിയെ കാണാതായി. പിന്നീട് പട്ടിയെ ഈ പുലി കടിച്ചു കൊന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ ആശങ്ക ആളുകൾക്കിടയിലുണ്ട്. കാരണം ഇവിടെ പുലി മാത്രമല്ല, ആനയും മറ്റ് കടുവയും എല്ലാം പല കാലങ്ങളിൽ ഇറങ്ങുന്നൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. എന്തായാലും പുലിയെ കണ്ടെത്താനുള്ളൊരു ശ്രമം വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ RRT സംഘം എത്തുകയും ഇത് പുലിയുടെ കാൽപ്പാടുകളും മറ്റും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ ഇതിനെ തെരയുന്നത് ഉൾപ്പെടെയുള്ള നടപടിയെക്കുറിച്ച് ഇന്ന് വനം വകുപ്പ് ആലോചിക്കും. എന്തായാലും സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ പുലി കുടുങ്ങും എന്ന് തന്നെയാണ് ഉള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ പുലി എത്തിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെ രാത്രിയിൽ കൃത്യമായി തന്നെ നാട്ടുകാരും ആ പ്രദേശവാസികളെല്ലാം തന്നെ അത് വളരെ കാത്തിരുന്നിരുന്നു. ഈ കൂടിൽ പുലി കുടുങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആളുകൾ. പക്ഷേ ഇന്നലെ രാത്രിയിൽ പുലി എത്തിയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ പുലി എത്തിയെങ്കിൽ പോലും ഒരു പട്ടിയെ മാത്രമാണ് പുലി പിടിച്ചിട്ടുള്ളത്. സമീപത്തുള്ള പശുക്കളും മറ്റ് ആടുകളും മറ്റ് വളർത്തുജീവികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പുലിയാണോ എന്നുള്ളൊരു സംശയം ഇന്നലെ നിലനിന്നിരുന്നു. പിന്നീട് ഇതിൻ്റെ കാൽപ്പാടുകൾ RRT സംഘം വരികയും ഇതിൻ്റെ കാൽപ്പാടുകളും മറ്റും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെ കൂട്ടിലാവുന്നത് വരെ വലിയ ആശങ്ക തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. നമുക്കറിയാം, ആനയും കടുവയും ഒക്കെയായി നിരവധി വന്യജീവികൾ സദാസമയം ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ആ ആശങ്ക മറികടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആശങ്ക മാറണമെങ്കിൽ ഇതിനെ പിടികൂടണം. അതുകൊണ്ട് തന്നെയാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, ഇനി കൂടുതൽ ഭാഗത്തേക്ക് പുലിയെ തിരയേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യം വനം വകുപ്പ് തീരുമാനിക്കും. ഇതിൽ പ്രധാന കാര്യം, ഇത് വനമേഖലയാണ്. ഇതിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം വനമാണ്. അതുകൊണ്ട് തന്നെ വനമേഖലയിൽ പോയി പുലിയെ തിരയുക എന്നുള്ളത് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. ഗ്രാമീണ മേഖലയിലേക്ക് പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിനെ കൂട് വെച്ച് പിടികൂടാനും അല്ലെങ്കിൽ ഇതിനെ തെരഞ്ഞു കണ്ടെത്താനും കഴിയുകയുള്ളൂ. ഈ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ശരി, വിനേഷ് കുമാറാണ് വിവരം നൽകിയത്. പാലക്കാട് ധോണിയിൽ ഈ ചെറിയൊരു പുലിപ്പേടിയുണ്ട്. അവിടെ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായ സാഹചര്യത്തിൽ നല്ല കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കുടുങ്ങുമെന്ന് കരുതാം. ഈ വനാതിർത്തിയിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ്. എന്നാലും കൂടുതൽ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള. പ്രഭാതം തുടരുകയാണ്. കരുവന്നൂർ കേസിൽ ED പിടിച്ചെടുത്ത ബാങ്ക് രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് നൽകിയ ഹർജി കൊച്ചിയിലെ PMLA പ്രത്യേക കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിലവിൽ നടക്കുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ രേഖകൾ വിട്ടുകിട്ടണം എന്നതാണ് ആവശ്യം. ആവശ്യമായ രേഖകൾ ഏതെന്ന് വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്ന ഹർജി അപക്വമാണെന്ന നിലപാടിലാണ് ED.
ക്രൈംബ്രാഞ്ചിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറാമെന്നും ED വ്യക്തമാക്കിയിരുന്നു. വണ്ടിപ്പെരിയാറിലെ ബാലികയുടെ കൊലപാതകത്തിലെ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ വിഷയം സംസ്ഥാന തലത്തിൽ കൂടുതൽ ചർച്ചയാവുകയാണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹ്യ സംഘടനാ പ്രവർത്തകരും വണ്ടിപ്പെരിയാറിലെത്തി മാതാപിതാക്കളെ സന്ദർശിക്കുമെന്നാണ് വിവരം. തെളിവുകളെല്ലാം കൃത്യമായി കോടതിയിൽ ഹാജരാക്കിയെന്നും പ്രതി അർജുൻ തന്നെയാണ് എന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. വിധി റദ്ദാക്കുന്നതിനാവശ്യമായ അപ്പീൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുവാനുള്ള നീക്കങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് നീക്കുന്നത്. കൊച്ചിയിൽ അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സംസ്കാരം അത് പോലീസ് നടത്തും. മൃതദേഹം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. രാവിലെ 11 മണിക്ക് ശേഷം നഗരസഭയുടെ കീഴിലുള്ള പുല്ലേപ്പടി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ആദ്യ ഭർത്താവായ ആലപ്പുഴ സ്വദേശിയെ പോലീസ് സമീപിച്ചുവെങ്കിലും മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നായിരുന്നു മറുപടി. അതേസമയം കേസിൽ പ്രതികളായ അശ്വതിയെയും ഷാനിഫിനെയും തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിയിൽ ഓട്ടോയിൽ ബസ്സിടിച്ച് 5 പേർക്ക് ദാരുണാന്ത്യം. ഒരു കുടുംബത്തിലെ 4 പേരും ഓട്ടോ ഡ്രൈവറുമാണ് മരിച്ചത്. കർണാടകത്തിൽ നിന്ന് ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകരുടെ ബസ്സാണ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചത്. മഞ്ചേരി കിഴക്കേത്തലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോ ആണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ്, മുഹസിന, സഹോദരി തസ്നീമയുടെ മക്കളായ 7 വയസ്സുകാരി മോളി, 3 വയസ്സുകാരി റൈസ എന്നിവരാണ് മരിച്ചത്. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന സാബിറ, 11 വയസ്സുകാരൻ മുഹമ്മദ് നിഷാദ്, 4 വയസ്സുകാരി ആസ ഫാത്തിമ, മുഹമ്മദ് അസാൻ, റൈഹാൻ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു മുമ്പ് ഈ സ്ത്രീ മരണപ്പെട്ടിരുന്നു. ഈ ഓട്ടോ ഡ്രൈവർക്ക് അതീവ ഗുരുതരാവസ്ഥയാണ് ഇവിടെ എത്തിയിട്ടാണ് മരണപ്പെട്ടത്. പിന്നെ 2 പേരെ ഗുരുതരായിട്ട് വരുമ്പ ഹോസ്പിറ്റലിൽ അപ്പോൾ എന്താണ് അവസ്ഥ ഒന്ന് ഡെത്തായെന്ന് പറയുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഡ്രൈവറും ഈ കുട്ടിയും മരണപ്പെട്ടത്. ഇറക്കം ഇറങ്ങി വന്ന ബസ്സാണ് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറിയത്. പിഴവ് ആരുടെ ഭാഗത്താണെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ, ഇനിയിപ്പോൾ എന്തെങ്കിലും അവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറ്റാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവിടെ വേറെ ആക്സിഡൻസ് ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകട കാരണം സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധന നടത്തും. അപകടമുണ്ടാക്കിയ ബസിന്റെ ഡ്രൈവറെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തീർത്ഥാടകരെ മറ്റൊരു വാഹനത്തിൽ ശബരിമലയിലേക്ക് അയച്ചു. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് നിന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീണു. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് സ്വന്തമാക്കി. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവാണ് പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സദസ്സിലുണ്ടായിരുന്ന ഒരു വിഭാഗം കൂവി വിളിച്ചാണ് വേദിയിലേക്ക് വരവേറ്റത്. തലസ്ഥാന നഗരിയെ വിസ്മയ ചിത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ 8 രാപകലുകൾക്ക് വർണ്ണശബളമായ സമാപനം. മൂല്യാധിഷ്ഠിത ചിത്രങ്ങളുടെ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റിന്. സുവർണ ചകോരം ഫോർ ദി ബെസ്റ്റ് ഫിലിം ആൻഡ് ദി അവാർഡ് ഗോസ് ടു Evil Does Not Exist by Raisuke Himaguchi.
മികച്ച സംവിധായകനുള്ള രജത ചകോരവും മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരവും സൺഡേയുടെ സംവിധായകൻ ഷോക്കർ കോലുഗോവിനാണ്. മലയാള ചിത്രമായ തടവാണ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം തടവിന്റെ സംവിധായകൻ ഫാസിൽ റസാഖും സ്വന്തമാക്കി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ്. Netpac award for the best Malayalam film goes to Aatam by Anand Egarshi. Aatam for its recognition and structured expression of underlying weakness. സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സാനൂസി ഏറ്റുവാങ്ങി. ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയായി. I feel so beautiful to be among you all, to be here, to discuss, to see, and to listen. Thank you so much. Thank you again for this wonderful warmth you have been giving to us and to such festivals. Thank you, Ranjit, for inviting me. Thank you, all filmmakers who have participated here. Love you, Kerala. Thank you. അതേസമയം ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതികരണം ഇങ്ങനെ. ഇനി ആമുഖ ഭാഷണം നടത്തുന്നതിനു വേണ്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രഞ്ജിത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. അവധി ദിവസങ്ങളായതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗ് 90,000-ന് അടുത്താണ്. ഇന്ന് 1,00,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തെത്തുമെന്ന കണക്കൂട്ടലിൽ ആ മുന്നൊരുക്കത്തിലാണ് അധികൃതരുള്ളത്. ഇന്നലെ 86,408 തീർത്ഥാടകരാണ് 18ാം പടി കയറിയത്. CV അനുമോദ് ചേരുന്നതിൻ്റെ വിവരണമായി. അനുമോദ്, ശബരിമലയിൽ ആ തിരക്ക് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആദ്യ സമയങ്ങളിലുണ്ടായിരുന്ന പാകപ്പിഴകളൊക്കെ പരിഹരിച്ച് ഇപ്പോൾ തീർത്ഥാടകരുടെ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവധി ദിവസങ്ങളാണ്. ഈ അവധി ദിവസങ്ങളിൽ തിരക്ക് ഒരുപാടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാം കൃത്യമായി ഈ തീർത്ഥാടകർക്ക് സുഗമമായിട്ടുള്ളൊരു ദർശനം നടത്താൻ പാകത്തിനല്ലേ പോകുന്നത്? എൽദോ, നമുക്കറിയാം അവധി ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ സന്നിധാനത്ത് നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടാറുള്ളത്. സാധാരണ ആ ഒരു സാഹചര്യത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഇന്നും നല്ല തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതുവരേക്കും 21,000-ലധികം അയ്യപ്പന്മാർ ഇന്ന് നട തുറന്നതിന് ശേഷം 18ാം പടി ഇതുവരേക്കും കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ 86,408 പേരാണ് 18ാം പടി കയറിയത്. ഇന്നത്തെ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. കാരണം നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ വിർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ 80,000-ന് മുകളിലാണ്. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് ഒരു 10,000-ന് മുകളിൽ വരും. അതിനു പുറമെ വേറെയും സിവിൽ ദർശനവും സത്രം വഴി പുള്ളിമേട് വഴി വരുന്ന അയ്യപ്പന്മാരെ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം 1,00,000-ഓളം പേരുന്ന് സന്നിധാനത്ത് എത്തുമെന്ന ഒരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുൻനിർത്തിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരു നിമിഷം 460-നും 70-നും ഇടയിൽ അയ്യപ്പന്മാരെ 18ാം പടി കയറ്റി വിട്ട് കഴിഞ്ഞാൽ മണിക്കൂറിൽ 4,000-ലധികം പേര് ദർശനത്തിനുള്ള സാധ്യത ഉണ്ട്. അതിന് വേണ്ട ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കൂടുതൽ ആംഡ് റിസർവ് ഫോഴ്സും ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും ഒക്കെ ഇവിടെ 18ാം പടിയിലെ സേവനത്തിന് മാത്രമായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവർ മാറി മാറി ഈ 18ാം പടി കയറുന്നതിൻ്റെ വേഗത ഒട്ടും കുറയാതെ നോക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോഴും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വാഭാവികമായിട്ടും അല്പസമയം കാത്തു നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ച്
സമയത്താണെങ്കിലും അതിൻ്റെ പൂജാ സമയത്തൊക്കെ ആണെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതായാലും ഒരു 6 മണിക്കൂറോളം പമ്പയിലും സന്നിധാനം വരേക്ക് ദർശനത്തിന് എടുക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പമ്പയിലും നിലയ്ക്കലുമൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതുപോലെ ഒരുപാട് സമയം കെട്ടിക്കിടക്കേണ്ട അവസ്ഥ, എത്ര സമയം കിടക്കേണ്ടി വരുമെന്ന് പറയാതെ ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. പമ്പയിൽ തിരക്ക് നിയന്ത്രണാതീതമായി വരികയാണെങ്കിൽ പമ്പയിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒരു വലിയ തിരക്ക് മുൻനിർത്തിയിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ തിരക്കുണ്ട്, പക്ഷേ നിയന്ത്രണ വിധേയമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അനുമതി, ഇപ്പോൾ ഈ അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ സംസ്ഥാനത്തിന്റെ അകത്തു നിന്നുള്ള ഭക്തരാണോ തീർത്ഥാടകരാണോ കൂടുതലായിട്ട് എത്തുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊപ്പം തന്നെ ഒരുപാട് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂടുതലായി തോന്നുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് ഈ അവധി ദിവസങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമുക്ക് കേരളത്തിൽ നിന്നവരുടെ എണ്ണം ഉണ്ടാകുമെന്ന് പറയാം. പക്ഷേ മാത്രമല്ല ഇന്നത്തെ ഒരു സാഹചര്യം ക്രിസ്മസ് പരീക്ഷയൊക്കെ നടക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഈ കുട്ടികളുമായി കേരളത്തിൽ നിന്ന് ദർശനത്തിലെത്തുന്നവരുടെ എണ്ണം ഒരുപക്ഷെ മുൻ ആഴ്ചയിലെ അത്ര ഉണ്ടാകില്ല. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അവധി ദിവസങ്ങളൊക്കെ വരികയാണ്. ആ ഒരു അവധി ദിവസങ്ങളായിരിക്കാം നമുക്കിനി കൂടുതൽ തിരക്ക് ഈ കേരളത്തിൽ നിന്നുള്ളവരുടെ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടൊക്കെ വരുന്നവരുടെ തിരക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ മന്ത്രിയുടെ വിലയിരുത്തലുണ്ടായിരുന്നത് ഈ ഒരു തിരക്ക് നിയന്ത്രണാതീതമാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടുതൽ കുട്ടികളും പ്രായമായവരുമൊക്കെ മുൻ വർഷങ്ങളെക്കാൾ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്. ആ കുട്ടികളെയും പ്രായമായവരെയും നമുക്ക് ഒരിക്കലും വളരെ വേഗത്തിൽ 18-ാം പടി കയറ്റിവിടുക എന്നുള്ളത് സാധാരണ അയ്യപ്പന്മാരെ കയറ്റിവിടുന്നത് പോലെ സാധ്യമല്ല. അപ്പോൾ അവിടെ വേഗത കുറയുന്നു എന്നുള്ളതാണ് ഈ പമ്പയിലെ നിലയ്ക്കലേക്കുമൊക്കെ ഈ ഒരു തിരക്ക് നീളാനുള്ള അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി വരുന്നത്. അതിന് ഒരു പരിഹാരം എന്ന രീതിയിലാണ് കൂടുതൽ റിസർവ് ബറ്റാലിയനെയും ആംഡ് ഫോഴ്സിനെയൊക്കെ 18-ാം പടിയിൽ നിയോഗിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഈ മേഖലയിൽ പരിചയമുള്ള, അതായത് മുൻപ് സന്നിധാനത്ത് 18-ാം പടിയിൽ നിന്ന് പരിചയമുള്ള സേനാ അംഗങ്ങളെ അതിന് നിയോഗിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. അതാണെങ്കിലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനിയുള്ള 2 ദിവസവും, ശനിയും ഞായറും ഇന്നടക്കം 2 ദിവസവും ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ അയ്യപ്പന്മാർ ഇവിടെ എത്തും എന്നുള്ള കണക്കുകൂട്ടൽ പോലീസിനുണ്ട്. അതിന് തക്ക മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അധികൃതരും വിശദീകരിച്ചിട്ടുള്ളത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് നിന്ന് അവിടെ തിരക്ക് നല്ലതായിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ ഫ്ലൈ ഓവറിലൊക്കെ ഒരുപാട് നീണ്ട ക്യൂ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം. ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ, പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികൾ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിച്ചതായി പോലീസ്. അതിക്രമത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പട്യാല ഹൗസ് കോടതി അറിയിച്ചു. തെളിവ് നശിപ്പിക്കാനായി ലളിത് ഷാ എല്ലാ പ്രതികളുടെയും ഫോൺ വാങ്ങിയതായും ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഇവ ഉപേക്ഷിച്ചതായും പോലീസ് പറയുന്നു. ലളിത് ഷായെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡിയിലുള്ള മഹേഷിനും ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രതികളുടെ തെളിവെടുപ്പിനായി പോലീസ് ഉടൻ ലോക്സഭാ സെക്രട്ടേറിയറ്റിനെ സമീപിക്കും. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനും മനോബലത്തിനും മുന്നിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ട ദിവസമാണ് 1971 ഡിസംബർ 16. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഭയപ്പാടോടെ നോക്കിക്കണ്ട ഒരു യുദ്ധം കൂടിയായിരുന്നു 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. 71 ഡിസംബർ 3 മുതൽ 16 വരെ നീണ്ടുനിന്ന ഈ യുദ്ധമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിറവിക്ക് കാരണമായത് എന്ന കാര്യവും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പാക് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവത്യാഗം വരിച്ച ഇന്ത്യൻ സൈനികരെ ഓർമ്മിക്കാനുള്ള ദിവസം കൂടിയാണ് ഡിസംബർ 16 എന്ന വിജയ് ദിവസ്. ഇന്ത്യക്കൊപ്പം ബംഗ്ലാദേശും ഇതേ ദിവസം വിജയ് ദിവസായി ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം കിഴക്കൻ മേഖലയിൽ പാക് ഭരണകൂടത്തിനെതിരെ ശക്തമായ ജനവികാരം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതാണ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചത്. തമിഴ്നാട്ടിൽ ഇന്നു മുതൽ വീണ്ടും മഴ കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. 15 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ തമിഴ്നാട്ടിലും വടക്കൻ തമിഴ്നാട്ടിലും ഒരേപോലെ മഴ ശക്തമാക്കാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ മഴ കനക്കുന്നത്. ചെന്നൈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മഴ തുടരുകയാണ്. നഗരത്തിലെ തൊണ്ടിയാർപേട്ട്, വേലാച്ചേരി, എഗ്മോർ,
കൊളത്തൂർ, മണലി, ഗിണ്ടി എന്നിവിടങ്ങളിൽ നേരിയ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. തെക്കൻ തമിഴ്നാട്ടിലും വടക്കൻ തമിഴ്നാട്ടിലും ഒരേ സമയം കനത്ത മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. തൂത്തുക്കുടി, രാമനാഥപുരം, പുതുക്കോട്ട, ശിവഗംഗ, കന്യാകുമാരി ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിഴുപുരം, തെങ്കാശി, വിരുദനഗർ, മധുര, ശിവഗംഗ, തിരുച്ചിറപ്പള്ളി, പെരുമ്പലൂർ, അരിയല്ലൂർ, കല്ലക്കുറിച്ചി, കാരൂർ, തേനി, ഡിണ്ടിഗൽ, മയിലാടുതുറ, തഞ്ചാവൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ 19-ാം തീയതി വരെ മഴ തുടർന്നേക്കും. ചെന്നൈയിൽ പെയ്യുന്ന മഴ നഗരവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മിഗ്ജൌൺ ചുഴലിക്കാറ്റിനോടനുബന്ധിച്ചു പെയ്ത കനത്ത മഴയിൽ കയറിയ വെള്ളം ഇനിയും ചിലയിടങ്ങളിൽ ഇറങ്ങാൻ ബാക്കിയാണ്. അതിനിടയിൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകുമോ എന്ന ഭീതി ശക്തമാണ്. ന്യൂസ് 18 ചെന്നൈ. CMP 11-ാം പാർട്ടി കോൺഗ്രസ് ജനുവരി 28 മുതൽ 30 വരെ കൊച്ചിയിൽ നടക്കും. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി കോൺഗ്രസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ പങ്കെടുത്തു. നവകേരള യാത്ര കേരളത്തിന് ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി മന്ത്രിമാരെ ബസ്സിൽ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണെന്നും CP ജോൺ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയും മലേഷ്യയും സിംഗപ്പൂരും ഇന്തോനേഷ്യയും ജാഗ്രതാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കോവിഡ് പരിശോധനയും പുനരാരംഭിച്ചു. പുതുവർഷാഘോഷത്തിന് വലിയ ആൾക്കൂട്ടമുണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കോവിഡ് ജാഗ്രത പാലിക്കണമെന്നാണ് പല രാജ്യങ്ങളും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ത്യയിലും രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനയുണ്ട്. നമസ്കാരം. നമ്മളാരും മറന്നുപോയിട്ടില്ല ആ കോവിഡ് കാലം. നമ്മളെയെല്ലാം 2-2.5 വർഷം പേടിപ്പെടുത്തിയ, ആശങ്കയിലാക്കിയ, നമ്മുടെയെല്ലാം സഞ്ചാരങ്ങളെ പൂട്ടിയിട്ട ഒരു കാലം. കോവിഡ് ഭീതി അകന്നത് എന്തൊരാശ്വാസമായിരുന്നു നമുക്കെല്ലാം. ഇനിയും വരുമോ അങ്ങനെ ഭയക്കേണ്ട ഒരു കാലം? വരരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ലോകത്തെ സാഹചര്യം അങ്ങനെ അല്ലെന്ന് കാട്ടുകയാണ് ചില കണക്കുകൾ. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ കോവിഡ് ബാധിതരുടെ എണ്ണം അതിവേഗം ഉയരുകയാണ്. ഈ രാജ്യങ്ങളിലെല്ലാം മാസ്ക് വീണ്ടും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലും കോവിഡ് നിരക്കിൽ വർധനയുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ചൈനയിൽ അടുത്ത കാലത്തായി ശ്വാസകോശ രോഗങ്ങൾ പിടിവിട്ട് വർദ്ധിച്ചപ്പോൾ പലരും അതൊരു കോവിഡ് വകഭേദമാണോ എന്ന് സംശയിച്ചിരുന്നു. അങ്ങനെ സ്ഥിരീകരണമൊന്നും വന്നില്ല. H9N2 ഇൻഫ്ലുവൻസ് എന്ന രോഗമാണ് വ്യാപിക്കുന്നത്. അത് മൂർച്ഛിച്ചാണ് ന്യൂമോണിയ പടരുന്നതെന്നായിരുന്നു ചൈനയുടെ ഔദ്യോഗിക വിശദീകരണം. ഇപ്പോൾ കോവിഡ് കാലത്തെന്ന പോലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർക്കശമാക്കിയതോടെ ചൈന വലിയ ആശങ്കയിലാണെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് മാസ്ക് അടക്കമുള്ളവ ചൈന നിർബന്ധമാക്കിയതെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂരിലും മലേഷ്യയിലുമാണ് ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ COVID-19 കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 2 ആഴ്ചയിലാണ് കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചതെന്നും സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡിസംബർ 8 റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഡിസംബർ 2 റിപ്പോർട്ടിലും കോവിഡ് രോഗം മടങ്ങിവരുന്നതായി സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കെ വർഷാന്ത്യവും പുതുവർഷവും ആഘോഷിക്കാൻ ആളുകൾ യാത്ര ചെയ്യുന്നതും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതും അപകടകരമാണെന്ന നിർദ്ദേശം സിംഗപ്പൂർ നൽകി കഴിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുതുവർഷം ആഘോഷിക്കാൻ നിരവധി സഞ്ചാരികൾ വരുന്ന സ്ഥലം കൂടിയാണ് സിംഗപ്പൂർ. ദിവസവും പുതിയ 5000 കോവിഡ് കേസുകൾ എന്ന നിലയിൽ ആശുപത്രിയിലെത്തുന്നുണ്ടെന്ന് സിംഗപ്പൂർ മാധ്യമമായ ചാനൽ ന്യൂസ് ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊറോണ വൈറസിന്റെ JN1 വേരിയന്റ് ആണ് സിംഗപ്പൂരിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾക്ക് കാരണമായിട്ടുള്ളതെന്ന് ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ശുചിത്വം ഉറപ്പാക്കാനും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കാനും സിംഗപ്പൂർ ആരോഗ്യമന്ത്രി ഓങ് യേ കുങ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സാമൂഹിക അകലവും സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം നിഷ്കർഷിക്കുന്നുണ്ട്. മലേഷ്യയിൽ 2 ആഴ്ച കൊണ്ട് കോവിഡ് രോഗികളുടെ എണ്ണം ഇരട്ടിയായാണ് വർദ്ധിച്ചത്. പുതുവർഷാഘോഷങ്ങൾ നടക്കാനിരിക്കെ കോവിഡ് രോഗികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നത് മലേഷ്യയെയും ആശങ്കയിലാക്കുന്നുണ്ട്. മലേഷ്യയിലും മാസ്ക് നിർബന്ധമാക്കി. ആളുകൾ കൂട്ടം കൂടുന്നതും ആഘോഷ പരിപാടികൾ നടത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ചൈനയും ഇന്തോനേഷ്യയും ഇതേ വഴിയിൽ തന്നെയാണ്. ചൈനയിലെ ആശുപത്രികളിലും ട്രാൻസ്പോർട്ട് ഹബ്ബുകളിലും COVID-19 പരിശോധന ആരംഭിച്ചു. ശ്വാസകോശ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഇങ്ങനെ പരിശോധന തുടങ്ങാൻ തന്നെ കാരണം. ശൈത്യകാലം തുടങ്ങുന്നതോടെ കോവിഡും ഇൻഫ്ലുവൻസയും പടരുന്നത് കൂടുമെന്നാണ് ചൈനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്.
സ്കൂളുകളിൽ ഇൻഫ്ലുവൻസ കോവിഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചില പ്രവിശ്യകളിൽ കോവിഡ് ട്രാക്കിംഗ് ആപ്പ് തിരികെ കൊണ്ടുവന്നെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ചൈനയിലെ കുട്ടികളിൽ പടർന്നുപിടിച്ച ഇൻഫ്ലുവൻസ കോവിഡ് ആണെന്ന് ചൈന തിരിച്ചറിഞ്ഞിട്ടും അക്കാര്യം പുറത്തുവിടാത്തതാണെന്ന ആരോപണവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇന്തോനേഷ്യയിലെ വിമാനത്താവളങ്ങളിലും ഫെറി പോയിന്റിലും തെർമൽ ബോഡി സ്കാനറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞതായി ഇന്തോനേഷ്യൻ പത്രമായ ദി സ്ട്രേറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. COVID-19 രോഗവ്യാപനം പരിശോധിക്കുന്നതിനായി ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും ഇന്തോനേഷ്യൻ ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പീൻസ് രാജ്യങ്ങളിൽ രോഗവ്യാപന തോത് കൂടിയ സാഹചര്യത്തിലാണ് മുൻകരുതലുകളെന്നാണ് ഇന്തോനേഷ്യയുടെ വിശദീകരണം. കോവിഡ് രോഗബാധ പടരുന്ന ഇടങ്ങളിലേക്കുള്ള ഇന്തോനേഷ്യൻ പൗരന്മാരുടെ യാത്രയും വിലക്കിയിട്ടുണ്ട്. ബദാം ദ്വീപിലെ 5 ഇന്റർനാഷണൽ എൻട്രികളിലും തെർമൽ ബോഡി സ്കാനറുകൾ സ്ഥാപിച്ചു. അമേരിക്കയിലും കോവിഡ് കണക്കുകൾ കൂടി വരികയാണ്. ഡിസംബർ 2ാം വാരത്തിൽ 22,500 പേരാണ് കോവിഡ് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയതെന്നാണ് US ന്യൂസ് ആൻഡ് വേൾഡിന്റെ റിപ്പോർട്ട്. മിഡ് വെസ്റ്റ്, മിഡ് അറ്റ്ലാന്റിക് റീജിയനുകളിൽ JN1 വേരിയന്റ് അതിവേഗം പടർന്നു പിടിക്കുകയാണെന്ന് അമേരിക്കൻ ഹെൽത്ത് ഏജൻസിയും സ്ഥിരീകരിക്കുന്നുണ്ട്. പെട്ടെന്ന് പടരാൻ സാധ്യതയുള്ള വേരിയന്റാണ് JN1. ശൈത്യകാലം വരുന്നത് ഇപ്പോഴത്തെ നിലയിൽ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് മിന്നസോട്ട സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ റെബേക്ക വുഡ്സ് USA ടുഡേയോട് പറഞ്ഞു. എന്നാൽ ജീവന് വലിയ അപായമുണ്ടാക്കാത്ത വേരിയന്റ് ആയതിനാൽ വലിയ ആശങ്കയുടെ ആവശ്യമില്ലെന്നാണ് അമേരിക്കയിലെ ആരോഗ്യ വിദഗ്ധർ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്. ഈ വർഷം ജൂൺ 2 മുതൽ ഇന്ത്യയിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധനയുണ്ടായതായാണ് റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ദിവസത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആകെ 1091 പേരായിരുന്നു ആക്റ്റീവ് കോവിഡ് രോഗികൾ. ഇതിൽ തന്നെ കേരളത്തിലാണ് കൂടുതൽ പേരും. ഇവിടെ നവംബറിൽ 479 പേർക്ക് കോവിഡ് ബാധിച്ചെന്നും ഡിസംബർ ആദ്യവാരം ഇത് 825 ആയെന്നുമാണ് കണക്ക്. ജീവനെടുക്കുന്നത് പോലുള്ള ഗൗരവമായ കോവിഡ് വേരിയന്റ് അല്ല പടരുന്നത് എന്നത് ആശ്വാസകരമാണെന്നും ശുചിത്വം പാലിക്കുന്നതും മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുന്നതും തന്നെ ഉചിതമായ പ്രതിരോധ മാർഗമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. രോഗബാധയുണ്ടെന്ന് തോന്നിയാൽ ആളുകളുമായി സമ്പർക്കം ഒഴിവാക്കാനും മുന്നറിയിപ്പുണ്ട്. മുത്തൂറ്റ് മൈക്രോഫിൻ ലിമിറ്റഡിന്റെ പ്രാഥമിക ഓഹരി വിൽപ്പന ഡിസംബർ 18 മുതൽ 20 വരെ നടക്കും. IPOയിലൂടെ 960 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത്. 760 കോടി രൂപയുടെ പുതിയ ഇക്വിറ്റി ഓഹരികളും നിലവിലുള്ള ഓഹരി ഉടമകളുടെ 200 കോടി രൂപയുടെ ഇക്വിറ്റി ഓഹരികളുടെ ഓഫർ ഫോർ സെയിലുമാണ് IPOയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ഓഹരികളിലൂടെ സമാഹരിക്കുന്ന തുക കമ്പനിയുടെ ഭാവി മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മൂലധന അടിത്തറ വികസിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുക. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് ഡയറക്ടർ തോമസ് ജോർജ് മുത്തൂറ്റ്, ഗ്രൂപ്പ് ചെയർമാൻ തോമസ് ജോൺ മുത്തൂറ്റ്, മുത്തൂറ്റ് മൈക്രോഫിൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ തോമസ് മുത്തൂറ്റ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഉദീഷ് ഉല്ലാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലുലു മാളിന്റെ പേരിൽ ഓൺലൈനിൽ നടക്കുന്ന തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി ലുലു ഗ്രൂപ്പ്. ഹൈപ്പർ മാർക്കറ്റ് പ്രൊമോഷൻ എന്ന വ്യാജേന ക്രിസ്തുമസ് പുതുവത്സര സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള പ്രചാരണവും സന്ദേശവും ലുലുവിൽ നിന്നുള്ളതല്ല. ഇല്ലാത്ത സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്താണ് വ്യാജ ലിങ്ക് ആളുകൾക്ക് അയക്കുന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചോദ്യാവലിയിലേക്കാണ് പോവുക. പിന്നീട് ഈ സന്ദേശം സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ലുലുവിൻ്റെ പേരിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചാൽ ചോദ്യാവലിക്ക് ഉത്തരം നൽകരുതെന്നും ഷെയർ ചെയ്യരുതെന്നും ലുലു ഗ്രൂപ്പ് അറിയിക്കുന്നു. അപ്പോൾ പ്രഭാതകേരളത്തിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും പ്രഭാതകേരളം നാളെ രാവിലെ 7 മണിക്ക് ചേരും. ന്യൂസ് 18 തുടരുക. വാർത്തകൾക്കായി നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ